നറുപുഷ്പമായി. ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി മെല്ലെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി നെച്ചു. താഴേക്ക് പടികളിറങ്ങിയതും ദേ ഷഹീൻ അങ്ങോട്ട് കയറി വരുന്നു. പടച്ചോനെ പെട്ടു എന്ന് കരുതിയെങ്കിലും നെച്ചു ഒന്നും അറിയാത്ത പോലെ ഒരു നിഷ്കുച്ചിരിയും പാസാക്കി അവിടുന്ന് മെല്ലെ എസ്കേപ്പായി. ആളിച്ചെന്ന് നോക്കുമ്പോൾ അവിടെ ആകെ ബഹളമായിരുന്നു. വെറുതെ ഇരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് കരുതി നെച്ചുവും അവരോടൊപ്പം കൂടി. ഓടിക്കളിച്ചിരുന്ന കുട്ടി പട്ടാളത്തോടൊപ്പം മുറുക്കി ചോപ്പിച്ച് വർത്താനം പറഞ്ഞിരിക്കുന്ന ഉമ്മമാരോടൊപ്പം കൂടെ അവളും സൊറ പറഞ്ഞിരുന്നു. നെച്ചു, ഷെഹീക്ക വന്നൂട്ടോ, നമുക്ക് മെഹന്തിയിടാൻ തുടങ്ങിയാലോ? ഷാനു ഹെന്നക്കോണും പിടിച്ച് ഹോളിലേക്ക് വന്നു. കൂടെ അവളുടെ കസിൻസുമുണ്ട്. ഷെഹീക്ക, മെഹന്തിയിടൻ ഇട്ടോ? ഷാനു മുകളിലേക്ക് നോക്കി നീട്ടി വിളിച്ചു. ദാ വരണു. മുകളിൽ നിന്ന് മറുപടി വന്നു. ഷഹീൻ ഡ്രസ്സൊക്കെ മാറി ഒരു ടീഷർട്ടും ട്രാക്ക് പാൻറ്റും ഇട്ട് താഴേക്ക് വന്നു. ഷാനുവിൻ്റെ വിളികേട്ട് അടുക്കളയിൽ പണിയിലായിരുന്ന മാമിമാരടക്കം സകല പെണ്ണുങ്ങളും ഹോളിലേക്ക് ഓടിയെത്തി. എന്നാ തുടങ്ങാം. ഷഹീൻ വന്നതോടെ ഷാനു എല്ലാരെയും നോക്കി പറഞ്ഞു. നെച്ചു മെഹന്തിയിടാൻ തുടങ്ങി. പെണ്ണുങ്ങളൊക്കെ ചുറ്റും കൂടിയിട്ടുണ്ട്. കൂടെ ആ കുട്ടി പട്ടാളവുമുണ്ട്. ഷഹീൻ്റെ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് നെച്ചുവിൻ്റെ മേലെ പാളി വീഴുന്നുണ്ട്. പെണ്ണാണെങ്കിൽ ചെയ്യുന്ന പണിയിൽ ആത്മാർത്ഥതയുള്ള കൂട്ടത്തിലാണ്. ചുറ്റും എന്ത് നടക്കുന്നുവെന്നറിയാതെ അവളുടെ ശ്രദ്ധ മുഴുവനും മെഹന്തി ഡിസൈനിലാണ്. കുട്ടികൾ ഓരോ കുസൃതി കാട്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് തട്ടുന്നുണ്ട്. മൈലാഞ്ചി ഇടുമ്പോൾ അനങ്ങിയ എല്ലാം കുളമാവുമല്ലോ. എങ്കിലും നെച്ചു അതൊന്നും കാര്യാക്കാതെ നല്ല വൃത്തിയിൽ തന്നെ വരച്ചു കൊടുത്തു. 8 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. കഴിഞ്ഞു നോക്കുമ്പോൾ ഏകദേശം 11 മണിയായിട്ടുണ്ട്. ചെറിയ പണിയൊന്നുമല്ല ഈ മെഹന്തിയിടല്. 2 കൈയിലും 2 കാലിലും വരയ്ക്കണ്ടേ. അപ്പോഴേക്കും കുട്ടിപ്പട്ടാളങ്ങളിൽ ചിലരൊക്കെ ഉറക്കം തൂങ്ങി തുടങ്ങി. എന്നാലും നെച്ചുത്താനെ കൊണ്ട് മൈലാഞ്ചി ഇടിയിച്ചേ ഉറങ്ങുമെന്ന് ചില കുറുമ്പികൾ വാശിയിലാണ്. ഷാനൂനിട്ട് കഴിഞ്ഞപ്പോഴേക്കും നെച്ചു ശരിക്കും ടയേർഡായി. വിരലുകൾക്കും നടുവിനും ചെറിയൊരു വേദന തുടങ്ങി. എങ്കിലും ചുറ്റിക്കൂടി നിൽക്കുന്ന കുട്ടിപ്പട്ടാളങ്ങളെ കണ്ടപ്പോൾ അവൾക്കവരെ നിരാശയാക്കാൻ തോന്നിയില്ല. ഇതുവരെയും തന്നെ കൊണ്ട് മെഹന്തി വരപ്പിച്ച് ഉറങ്ങുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിന്നതല്ലേ പാവങ്ങൾ. ഉറക്കം വരുന്നുണ്ടെങ്കിലും മൈലാഞ്ചിയോടുള്ള ഇഷ്ടം കൊണ്ട് കണ്ണ് തിരുമ്മി നിൽക്കുകയാണ്. ഓരോരുത്തരെ വിളിച്ച് അവരുടെ കുഞ്ഞു കൈകളിൽ അവൾ മൈലാഞ്ചി അണിയിച്ചു. കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ കസിൻസൊക്കെ കൈ നീട്ടി മുമ്പിൽ വന്നിരുന്നു. എനിക്ക് വയ്യെന്ന് പറയാൻ ഒരു മടി തോന്നി. എല്ലാവരുടെയും ഓരോ കയ്യിൽ വീതം ചെറിയ ഡിസൈനുകൾ ഇട്ടുകൊടുത്തു. എല്ലാം കഴിഞ്ഞൊന്ന് നിവർന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞിരിക്കുന്നു. വീടാകെ മൈലാഞ്ചിയുടെ മണമാണ്. ഈ അർദ്ധരാത്രിയിൽ ലൈലയും കൂട്ടി ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകുന്നത് ആലോചിച്ചപ്പോൾ അവൾക്ക് ചെറിയൊരു പേടി തോന്നി. നാസിക്കയോട് കൂട്ടാൻ വരാൻ പറയാമെന്ന് വെച്ച് നാസിക്കയ്ക്ക് കോൾ ചെയ്തു. മോളെ, ഞാനിപ്പോൾ ഒരു ഡ്യൂട്ടിയിലാ. ഇതൊക്കെ ഒന്ന് ഒതുക്കി വരുമ്പോഴേക്കും നേരം വെളുക്കും. ഈ നേരത്തെ നിങ്ങൾ തനിച്ചു വരണ്ട. ഇന്ന് രാത്രി അവിടെ തന്നെ നിന്നോ. ഞാൻ നേരത്തെ ഷഹീനോട് വിളിച്ചു പറഞ്ഞിരുന്നു. ഉമ്മയോടും കാര്യം പറഞ്ഞിട്ടുണ്ട്. നാസിക്കയുടെ മറുപടി കേട്ടതും നിച്ചുവിനാകെ ഒരു വല്ലാത്ത അവസ്ഥ. പഠിച്ചവനെ പെട്ടുപോയല്ലോ എന്നൊരു ഭാവം. ഇത്തിരി ലേറ്റായാലും സാരമില്ലിക്ക, നിങ്ങൾ പോകുമ്പോൾ ഇങ്ങോട്ടൊന്ന് വന്നാൽ മതി. നെച്ചു ഒന്നുകൂടെ പറഞ്ഞു നോക്കി. ഇവിടെ കഴിയുമ്പോൾ നേരം വെളുക്കും മോളെ. വെറുതെ ഉറക്കം കളയണ്ട. പേടിക്കാതെ പോയി കിടന്നോ. അവിടെ ഉള്ളവരൊക്കെ നമുക്ക് നല്ലോണം അറിയുന്നവർ തന്നെയല്ലേ. ഉമ്മയുടെ ഷഹീനോട് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. നാസിക കോൾ കട്ട് ചെയ്തു. നെച്ചു ലൈലയോട് കാര്യം പറഞ്ഞു. സെറ്റിയിൽ ഇരുന്നിടത്ത് തന്നെ ഉറക്കം തൂങ്ങുകയാണ് ലൈല. നെച്ചു പറഞ്ഞത് കേട്ടതും ലൈല ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. രണ്ടാളും എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചു നേരം നിന്നു. വേറെ വഴിയൊന്നും ഇല്ലാത്തോണ്ട് ഈ രാത്രി ഇവിടെ തന്നെ കഴിച്ചുകൂട്ടാന്ന് അവർ തീരുമാനിച്ചു. മക്കളെ, നിങ്ങൾ മേലെ ഷാനുവിൻ്റെ റൂമിൽ കിടന്നോളൂ ഇട്ടാ. അവളും കസിൻസും ഒക്കെ അവിടെയുണ്ട്. ഷാനുവിൻ്റെ ഉമ്മ ഹോളിലേക്ക് വന്നു പറഞ്ഞു. ഷഹീ നേരത്തെ പറഞ്ഞതുകൊണ്ട് നെച്ചു ലൈലയും ഇന്ന് ഇവിടെ തന്നെയാണ് കൂടുന്നതെന്ന് ഉമ്മച്ചിക്ക് അറിയായിരുന്നു. ശരി ഉമ്മ, നെച്ചു മറുപടി നൽകി. നെച്ചു ലൈലയും ഷാനുവിൻ്റെ റൂമിലേക്ക് നടന്നു.
അവിടെ ബാക്കിയുള്ളവരൊക്കെ വർത്താനം പറഞ്ഞാകെ ആഘോഷത്തിലാണ്. നെച്ചു ലൈലയും അവരോടൊപ്പം കൂടി. സ്കൂൾ ജീവിതവും കോളേജ് പ്രണയവും ഭാവി ജീവിതവും ഒക്കെ ചർച്ചാ വിഷയമായി. നെച്ചുക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രണയം ആരോടും തോന്നിയിട്ടില്ല. അവൾ വെറുതെ അവര് പറയുന്നതൊക്കെ കേട്ടിരുന്നു. സമയം രാത്രി 2 മണിയായപ്പോൾ എല്ലാവരും പതുക്കെ ഉറക്കം പിടിച്ചു തുടങ്ങി. പടച്ചോനെ, എന്റെ മൊബൈൽ താഴെയാണല്ലോ, അതെടുക്കാനും മറന്നല്ലോ. സുബഹിക്ക് എഴുന്നേക്കാൻ അലാറം വെക്കാൻ നോക്കിയപ്പോഴാണ് നെച്ചു ആ കാര്യം ഓർത്തത്. വന്നത് മുതൽ ഇവരുടെ വർത്താനം കേട്ടിരിക്കുവാണല്ലോ. അതുകൊണ്ട് ഫോണിന്റെ കാര്യം പാടേ മറന്നുപോയി. ലൈല, ഞാനിപ്പോൾ വരാം. ലൈല അപ്പോഴേക്കും നല്ല ഉറക്കം പിടിച്ചു. നെച്ചുവിന്റെ സംസാരം കേട്ട് അവൾ കണ്ണു തിരുമ്മി ചോദിച്ചു, എങ്ങോട്ടാ നെച്ചു ഈ പാതിരാത്രിക്ക്? ലൈലയ്ക്ക് ചെറിയൊരു പേടിയില്ലാതില്ല. ഈ അസമയത്ത് നച്ചു ഇനി ഷഹീന് വല്ല പണിയും കൊടുക്കാൻ പോവാണോന്നാണ് അവളുടെ സംശയം. എങ്ങനെ അവന് പണി കൊടുക്കാമെന്ന് നോക്കി നടക്കുവാണല്ലോ ഈ പെണ്ണ്. എന്റെ മൊബൈൽ താഴെ മറന്നു ലൈല, അതൊന്ന് എടുത്തിട്ട് വരാം, നീ ഉറങ്ങിക്കോ. ലൈലയോട് മറുപടി പറഞ്ഞ് നെച്ചു താഴേക്കിറങ്ങി. താഴെ ചെന്നപ്പോൾ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ലൈറ്റുകളെല്ലാം അണച്ചിട്ടുണ്ട്. ഹോളിൽ മാത്രമാണ് അല്പം വെളിച്ചമുള്ളത്. സെറ്റിയിലിരുന്ന ഫോണും എടുത്ത് ആദ്യം നോക്കി ഒരു പാട്ടും മൂളി നെച്ചു പതുക്കെ മുകളിലേക്ക് പടി കയറി. ഷഹീന്റെ റൂമിന് മുന്നിലെത്തിയതും ആരും അവളെ വലിച്ചകത്തേക്കിട്ടു. ആദ്യം നെച്ചു ഒന്ന് പേടിച്ചു പോയെങ്കിലും ഡേവിസോ പെർഫ്യൂമിന്റെ മണമടിച്ചപ്പോഴേക്കും നെച്ചു കാളെ പിടികിട്ടി. ഷഹീൻ അവളെ ചുവരിനോട് ചേർത്ത് നിർത്തി കൈകൾ ലോക്ക് ചെയ്തു. ആ കണ്ണുകളിലെ ഗൗരവം കണ്ട് നെച്ചുവിന്റെ ഉള്ളൊന്നു വിറച്ചു. പക്ഷെ പെണ്ണത് പുറമേ കാണിച്ചില്ല. എന്താ നിന്റെ ഉദ്ദേശം? പടച്ചോനെ, ഞാൻ പെട്ടുന്നാ തോന്നേ. ഹിറ്റ്ലർക്ക് കാര്യം പിടികിട്ടിയ മട്ടുണ്ടല്ലോ. എന്തുദ്ദേശം ഷഹീക്ക? അവന്റെ ചോദ്യത്തിൽ നിന്ന് തന്നെ ഷഹീനൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നെച്ചുവിന് തോന്നി. പക്ഷെ പിടികൊടുക്കാൻ അവൾ തയ്യാറായില്ല. ഒന്നും അറിയാത്ത പോലെ നിഷ്കളങ്കമായി അവൾ ചോദിച്ചു, നിനക്കറിയില്ല? ഷഹീൻ നെച്ചുവിൻ്റെ അരികിലേക്ക് ഒന്നുകൂടെ നീങ്ങി നിന്നു. അവന്റെ നിശ്വാസം മുഖത്ത് തട്ടിയതും ശരീരമാകെ ഒരു കുളിര് കയറും പോലെ. ഇതുവരെ അനുഭവിക്കാത്ത എന്തോ ഒരു ഫീല്. ഈ അടിവയറ്റിൽ മഞ്ഞ വീഴുകയെന്നൊക്കെ പറയില്ലേ, അമ്മാതിരി ഒരു ഫീല്. വേറെ ഏതോ ലോകത്തെത്തിയ പോലെ. അവന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവൾക്ക് വെപ്രാളം കൂടി വന്നു. ചെന്നൈയിലൂടെ വിയർപ്പൊഴുകുന്നുണ്ട്. റബ്ബേ, എനിക്കിത് എന്താ പറ്റിയേ? ഞാൻ എന്താ ഇങ്ങനെ ആവുന്നേ? പറ, അറിയില്ലേ നിനക്ക്? വീണ്ടും ഷഹീൻ പതുങ്ങിയ സ്വരത്തിൽ ചോദിച്ചതും മറുപടി പറയാൻ നാവൊന്നും പാകപ്പെടാത്തതുകൊണ്ട് ഇല്ലേ എന്ന മട്ടില് അവൾ പതുക്കെ തലയാട്ടി. പിറകിൽ ഒളിപ്പിച്ച ആ റോസാപ്പൂക്കളും ബൊക്കയും പെട്ടെന്ന് മുന്നിലേക്ക് നീട്ടി ഷഹീൻ ചോദിച്ചു, അപ്പോ ഇതോ? അത് കേട്ടതും നെച്ചു ഒന്ന് പതറി. നല്ല ധൈര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടതാണ്. പക്ഷേങ്കില് ഹിറ്റ്ലർ വന്നിങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ അയാൾ ഓരോന്നൊക്കെ ചോദിക്കുമ്പോൾ ആകെ ഒരു വെപ്രാളം. ഉള്ളിലെ ധൈര്യമൊക്കെ എങ്ങോട്ടോ പോയി മറിഞ്ഞ പോലെ. കൈകാലൊക്കെ ചെറുതായി വിറയ്ക്കുന്നുണ്ട്. ഹൃദയമൊക്കെ പടപടാന്നിടിക്കുന്നു. നീ എന്താ വിചാരിച്ചത്? ഞാനിതൊന്നും അറിയില്ലെന്നാണോടി? എനിക്ക് നിന്നെ ആദ്യം മുതലേ സംശയമുണ്ടായിരുന്നു. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി കാത്തിരുന്നതാ. ഇവിടെ എൻ്റെ കസിൻസ് കൂടാതെ പിന്നെ നീയും നിന്റെ ഫ്രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കസിൻസ് ആരും ഇങ്ങനൊരു സാഹസത്തിന് മുതിരില്ല. എനിക്കത് നല്ല ഉറപ്പുണ്ട്. പിന്നെ നിന്റെ ആ ഫ്രണ്ട്, ഓൾക്കതിനുള്ള ധൈര്യമൊന്നുമില്ലെന്ന് കണ്ടാലറിയാം. പോരാത്തതിന് റോസും ബൊക്കയും കിട്ടിയിടത്തൊക്കെ നീയും ഉണ്ടായിരുന്നു. അപ്പം പിന്നെ നീയാണെന്ന് ഉറപ്പിക്കാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല. ഇനി പറ, എന്താ നിന്റെ ഉദ്ദേശം? ഗൗരവത്തോടെയുള്ള ചോദ്യത്തിൽ നെച്ചു ഒന്ന് പതറി. എന്നാലും വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറായില്ല. എന്തായാലും ഇറങ്ങി പുറപ്പെട്ടതല്ലേ. മാളിയക്കലെ ഈ ഹിറ്റ്ലറുടെ മുമ്പിൽ തോറ്റുകൊടുക്കാൻ നസ്രീൻ ഫാത്തിമ തയ്യാറായില്ല. ഈ ജാടയൊന്നും മാറ്റിയെടുക്കണമല്ലോ. ഇന്നലെ തന്നോട് കാണിച്ച അഹങ്കാരം ഓർമ്മ വന്നതും പെണ്ണു മനസ്സിൽ പെറുപെറുത്തു. ദുരുദ്ദേശം തന്നെ. പെൺപിള്ളേരോട് തീരെ കൂട്ടില്ലാത്ത മാളിയക്കലെ ഈ ഹിറ്റ്ലറിനെ ഈ നസ്രീൻ ഫാത്തിമ വളച്ചൊടിച്ച് കുപ്പിയിലാക്കും. ഈ കൽബ് തുരന്ന് ഞാനതിൽ കയറിക്കൂടും. നോക്കിക്കോ നിങ്ങൾ. നെച്ചു തൻ്റെ ചൂണ്ടുവിരൽ
ഷഹീന്റെ നെഞ്ചിലേക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് കടുപ്പിച്ചു പറഞ്ഞു. അതിന് മാത്രം ധൈര്യമുണ്ടോ നാസിന്റെ പെങ്ങളൂട്ടിക്ക്? ഷഹീൻ പുരികൻ രണ്ടും വില്ലുപോലെ മേലോട്ട് പൊക്കി. മുഖത്തൊരു കള്ളച്ചിരി വരുത്തിക്കൊണ്ടാണ് അവൻ ആ ചോദ്യം എറിഞ്ഞത്. പിന്നില്ലാതെ, മാളിയാക്കിലെ ഹിറ്റ്ലറെ ഒരു റോസിന്റെ പിറകെ നടത്തിച്ചില്ലേ? ആ എനിക്കാണോ ഈ കൽബിൽ കേടിക്കൂറാൻ ഇത്ര പാട്? നിങ്ങൾ കണ്ടു, ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞിരിക്കും. ഈ നെച്ചു അത് നിങ്ങളെ കൊണ്ട് പറയിച്ചിരിക്കും. നോക്കിക്കോ. ആദ്യം ഒന്ന് പതറി നിന്ന പെണ്ണിപ്പോ നല്ല ധൈര്യത്തിൽ തന്നെയാണ് പറയുന്നത്. കാണാം. ഷഹീന്റെ മുഖത്ത് ആ ഗൗരവം അപ്പോഴും ഉണ്ടായിരുന്നു. എങ്കിലും അവന്റെ കണ്ണുകളിൽ എവിടെയോ ഒരു കുസൃതി ഒളിച്ചിരിപ്പുണ്ട്. അതെ, അതിനിപ്പോ 1 മാസം ഉണ്ടല്ലോ. ഇപ്പൊ ഈ കൈയൊന്നെടുത്തേ, എനിക്ക് പോണം. ഷഹീന്റെ കൈകൾ ഇപ്പോഴും നെച്ചുവിനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഷഹീൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. നെച്ചു പറഞ്ഞപ്പോഴാണ് താനിപ്പോഴും അവളെ വിടാതെ പിടിച്ചിരിക്കുവാണെന്ന് അവന് ബോധം വന്നത്. അവൻ പതുക്കെ കൈ പിൻവലിച്ചു. പിന്നെ ഞാൻ പറഞ്ഞത് ഓർത്തു വെച്ചോണ്ട് കേട്ടല്ലോ. ബാദിന്റെ അരികിലെത്തിയതും അവളൊന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ട് ചെക്കനെ നോക്കി ആ മിഴികളൊന്ന് ചിമ്മി സൈറ്റടിച്ചു പെണ്ണ്. പെണ്ണിന്റെ ആ കുറുമ്പ് കണ്ടപ്പോൾ ഷഹീന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. പടച്ചോനെ, ഞാനിത് എന്ത് പണിയായി കാട്ടിക്കൂട്ടിയത്? ആ ജാടത്തിൻ്റെ മുന്നിൽ പെട്ടുപോയപ്പോ ആവേശത്തിനങ്ങ് പറഞ്ഞു പോയതാ. പക്ഷെ 1 മാസത്തിനുള്ളിൽ ഓനെ കൊണ്ട് ഇഷ്ടാന്ന് പറയിപ്പിക്കാനൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമാണോ ഇത്? ഓനാണെങ്കിൽ കരിങ്കല്ല് പോലെയാ നിൽക്കുന്നത്. ഒന്ന് ചിരിക്കൂല, മിണ്ടൂല, എപ്പോഴും കടുപ്പത്തിലുള്ള നോട്ടം മാത്രം. ഓന്റെ മനസ്സിലൊന്ന് ഇളക്കം തട്ടിക്കാൻ പോലും വലിയ പാടായിരിക്കും. പക്ഷെ പറഞ്ഞ വാക്കുമാറ്റാൻ ഇപ്പൊ പറ്റൂലല്ലോ, മാനം പോവും. എങ്ങനെങ്കിലും 1 മാസത്തിനുള്ളിൽ ഓനെയൊന്ന് കയ്യിലെടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ എന്നെ കാണുമ്പോഴൊക്കെ ആ പുച്ഛം കലർന്ന ചിരി ഓൻ ചിരിക്കും. അതെനിക്ക് സഹിക്കൂല. എന്ത് തന്ത്രം പയറ്റിയാലും വേണ്ടില്ല, ഷഹീനെ കൊണ്ട് എന്നെ ഇഷ്ടാന്ന് പറയിക്കണം. റൂമിൽ ചെന്ന് കിടന്നിട്ടും നെച്ചുവിന് ഉറക്കം വന്നില്ല. ഒരാവേശത്തിന് വെല്ലുവിളിച്ചു പോയില്ലേ. ഇനിയിപ്പോൾ എങ്ങനെങ്കിലും ഷഹീനെ വളച്ചൊടുക്കണ്ടേ. അതിനുള്ള വഴി ആലോചിച്ച് കിടപ്പാണ് പെണ്ണ്. ഷാനുത്ത, ഞങ്ങൾ ഇറങ്ങുവാട്ടോ. രാവിലെ തന്നെ ഒരു കട്ടൻ കാപ്പിയും കുടിച്ച് വീട്ടിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുവാണ് നെച്ചു ലൈലയും. ഷഹീൻ ഉമ്മർത്ത് പത്രം വായിച്ചിരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ നെച്ചുവിലേക്ക് പാളി വീഴുന്നുമുണ്ട്. നാളെ നേരത്തെ വരണേ. പിന്നെന്താ, വരും ഷാനുത്ത. വരാതിരിക്കാൻ പറ്റുമോ? എന്തോ തട്ടിച്ചു പറഞ്ഞുകൊണ്ട് നെച്ചു ഷഹീനെ ഒന്ന് പാളി നോക്കി. ലൈല ഇവളെന്തായി ഉദ്ദേശിച്ചത് എന്ന് മട്ടിൽ അവളെ തന്നെ നോക്കി നിൽക്കുവാണ്. പക്ഷെ ഷഹീന് കാര്യം കൃത്യമായി പിടികിട്ടി. അല്ല, രാവിലെ നേരത്തെ വന്നാലല്ലേ ഡ്യൂട്ടിയൊക്കെ നേരത്തെ തീർക്കാൻ പറ്റൂ. താൻ പറഞ്ഞത് കോൺലൈനിൻ്റെ അടുത്ത് തന്നെ കൊണ്ടെന്നറിഞ്ഞ് സന്തോഷത്തിൽ ബാക്കിയുള്ളവർക്ക് സംശയം തോന്നണ്ടല്ലോ എന്ന് കരുതി അവളാ ഡ്യൂട്ടിക്കാരിയും എടുത്തു പറഞ്ഞത്. നെച്ചുമോളെ, ഇങ്ങി വന്നേ. ഈ ബീഫ് ചില്ലി ഒന്ന് രുചിച്ചു നോക്കിയേ. വെപ്പുകാരൻ കാതിർക്ക തവിയിൽ നിന്ന് ഒരിത്തിരി ബീഫ് ചില്ലി കോരി അവളുടെ ഉള്ളം കൈയിലേക്ക് ഇട്ടുകൊടുത്തു. ചൂടാറാൻ അവളൊന്ന് ഊതി വായിലേക്കിട്ടു. നല്ല ടേസ്റ്റ് കാതിർക്ക, സൂപ്പർ. അവളൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു. കാതിർക്കയുടെ മുഖത്ത് അപ്പോഴാണ് ഒരു സമാധാനം വന്നത്. മാളിയേക്കലെ ഷാനുന്റെ നിശ്ചയമാണിന്ന്. ഡെക്കറേഷൻ മാത്രമല്ല, ഫുഡും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ റയാൻ ഇവൻസിന്റെ കീഴിലാണ്. പാചകപ്പുരയിലെ കാര്യങ്ങൾ നോക്കുന്നത് കാതിർക്കയാണ്. റയാൻ ഇവൻസിലെ മെയിൻ വെപ്പുകാരനാണ് കാതിർക്ക. ഓരോന്നുണ്ടാക്കി കഴിഞ്ഞാലും നെച്ചുവിനെ ലൈലയും കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കും. നെച്ചുവിന് ലൈലയ്ക്കും ഇന്ന് കാര്യമായ പണിയൊന്നുമില്ല. നാസിക്കാൻ്റെ കൂടെയൊക്കെ ഒന്ന് നോക്കി നടത്തുക, അത്ര തന്നെ. അവർക്കും ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നാസിക്ക അവരെ കൂടെ നിർത്തിയത്. പക്ഷേ നാസിയേക്കാൾ കൂടുതൽ അവർ തന്നെയാണിപ്പോൾ അവിടെ ഓടി നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും 1 മിനിറ്റ് അടങ്ങിയിരിക്കുന്നില്ല. സ്റ്റേജിന് മുന്നിലെ കസേരകളൊക്കെ നിരത്തി വെക്കുന്ന തിരക്കിലാണ് നെച്ചു ലൈലയും. കൂടെ ആശയും വേറെ 1-2 പണിക്കാരും ഉണ്ട്. അപ്പോഴാണ് നെച്ചു സ്റ്റേജിന് താഴെ മാറി നിന്ന് ഫോൺ ചെയ്യുന്ന ഷഹീനെ കണ്ടത്. അതോടെ അവളുടെ ഉള്ളിലൊരു കുസൃതി മുട്ടിട്ടു. തുടരും. അടുത്ത പാർട്ടി തീർക്കാട്ടോ.
വായിച്ചു പോകാതെ എന്തേലും അഭിപ്രായം പറയണേ. കടപ്പാട് വരികളുടെ പ്രണയിനി. അവതരണം മിത്രവിന്ദ.